നാഗേഷ് എന്നാണ്. ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു. എനിക്ക് വേണ്ടി എൻ്റെ വൈഫ് ദിനുരാജാണ് ഉടമ്പടി എടുത്തത്. 2022 ഡിസംബർ 30 ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ LA ആയിട്ട് ജോലി ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം നീറ്റ് പരീക്ഷ എഴുതുകയും എനിക്ക് ഞങ്ങളുടെ കാറ്റഗറിയിൽ 3-ാം സ്ഥാനം കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അഡ്മിഷൻ കിട്ടാൻ താമസിച്ചപ്പോഴാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിനെ തുടർന്ന് വൈഫ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ച ദിവസം അഡ്മിഷൻ കിട്ടുകയുണ്ടായി. എന്നാലും ഞാൻ കരുതിയത് ഒരുപക്ഷെ മെരിറ്റ് കൊണ്ടായിരിക്കാം കിട്ടിയതെന്ന് കരുതി. അങ്ങനെ പഠിച്ച് വരുന്ന സമയത്ത് കോളേജിൽ ഒരു പഠനവുമായി ബന്ധപ്പെട്ടൊരു തടസ്സം ഉണ്ടാവുകയും കോളേജിൽ നിന്ന് പുറത്താക്കുന്ന തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടുത്തെ ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. പക്ഷേ നമുക്ക് ജോസഫ് അച്ഛനെ കാണാൻ പറ്റിയില്ല. ഇവിടുത്തെ കൊച്ചച്ഛനെ കാണാൻ പറ്റി. കൊച്ചച്ഛൻ പറഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചല്ലോ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോവുകയും എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു. എല്ലാ പേർക്കും പത്രം വിതരണം ചെയ്യുകയും അതുപോലെ വൃദ്ധസദനങ്ങളിൽ പോയിട്ട് രോഗികളെ കാണുകയും അവരെ ശുശ്രൂഷിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്ത് വിജയരാജ് എന്ന് പറയും, അദ്ദേഹം ഞങ്ങളുടെ പ്രശ്നത്തിലേക്ക് ഇടപെടുകയും നിയമസഹായം തേടാനുള്ള വഴികൾ പറഞ്ഞു തരികയും ചെയ്തു. അങ്ങനെ നിയമസഹായം ഞങ്ങൾ തേടുകയും കോളേജിൽ നിന്ന് പുറത്താക്കിയ ആ ഓർഡർ പിൻവലിക്കുകയും ചെയ്തു. ഇനി കുറച്ച് ഫോർമാലിറ്റീസും കൂടെ കഴിഞ്ഞ് എനിക്ക് ആ കോളേജിൽ പഠിക്കാൻ കഴിയും. അതേപോലെ എനിക്കുണ്ടായ മറ്റൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു 10 സെൻറ്റ് വസ്തു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുത്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ലീവ് എടുത്ത് പഠിക്കാൻ പോയത് കൊണ്ട് സാമ്പത്തികമായിട്ട് നമ്മൾ ഒരുപാട് ബ്ലോക്കായിപ്പോയി. അങ്ങനെ ഈ വസ്തു എങ്ങനെ വാങ്ങിക്കുമെന്ന് കരുതി ബുദ്ധിമുട്ടി ഇരുന്നപ്പോഴത്തേക്കും ആ വസ്തു തരാനുള്ള ആൾ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, എല്ലാ പൈസയും ഇപ്പോൾ തരണമെന്നില്ല, നിങ്ങൾ വസ്തു ആദ്യം എഴുതിക്കോളൂ, അതിനുശേഷം ഈ 2023 ഡിസംബർ ആയതിനു ശേഷം ബാക്കി പൈസ അടച്ചാൽ മതിയാകും. അങ്ങനെ പകുതി പൈസ കൊടുത്ത് ഞങ്ങൾക്കത് എഴുതി വാങ്ങിക്കാൻ വേണ്ടി കഴിഞ്ഞു. അത് അമ്മയുടെ ഇടപെടൽ കൊണ്ടാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലൊരു സഹകരണ ബാങ്ക് ഉണ്ടായിരുന്നു. ആ സഹകരണ ബാങ്കിൽ ഒരുപാട് ആൾക്കാർ ചെറിയൊരു കുപ്രചരണം കാരണം പെട്ടെന്ന് പൈസ പിൻവലിച്ചിട്ട് ആ ബാങ്ക് ഒരു സാമ്പത്തികമായിട്ട് ഞെരുങ്ങിപ്പോയൊരവസ്ഥയുണ്ടായിരുന്നു. നമ്മളെ പൈസയും കുറച്ചവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു പൈസ പിൻവലിക്കാൻ പോയ സമയത്ത് ഞങ്ങൾ കരുതിയിരുന്നില്ല ഞങ്ങൾക്ക് അവിടെ നിന്ന് പൈസ കിട്ടുമെന്ന്. പക്ഷേ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ കാശുരൂപവും തൈലവും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. അന്ന് ആ ബാങ്കിലുണ്ടായിരുന്ന കുറച്ച് പൈസ അവിടെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും അന്ന് ആ ബാങ്കിലുണ്ടായിരുന്ന പൈസ മൊത്തം അവർ ഞങ്ങൾക്ക് തരികയാണ് ചെയ്തത്. അതൊരു അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ മകൾ ഉറങ്ങിക്കിടന്ന സമയത്ത് മകളുടെ ചെവിയിലേക്ക് ഒരു കുഞ്ഞു ജീവി കയറിപ്പോയി. അപ്പോൾ ഒരു രാത്രിയായിരുന്നു. ആ സമയം ഞങ്ങളിങ്ങനെ അതിശയിച്ച് അല്ലെങ്കിൽ അന്നം വിട്ട് നിൽക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകണ്ടേ. പെട്ടെന്ന് ഞങ്ങൾ അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അതിശയെന്ന് പറയട്ടെ, ആ ജീവി തിരിച്ചിറങ്ങി വരികയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഞങ്ങളുടെ റിലേറ്റീവായിട്ടുള്ള ഒരു അളിയച്ചാർക്ക് ഷുഗർ വന്നിട്ട് കാലിൽ വ്രണമായിട്ട് കാലിലെ ഒരു വിരൽ നീക്കം ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഞങ്ങളിവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ മുറിവ് ഭേദമാവുകയും അദ്ദേഹത്തിന് ആ സർജറിയിൽ നിന്ന് ഒഴിവായി കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചി 37 വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണ്. ഇതുവരെ PSC ലിസ്റ്റിലൊന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ഉള്ള പരീക്ഷകളിൽ നമ്മുടെ ഉടമ്പടി എടുത്തതിന് ശേഷം വന്ന റിസൾട്ടിൽ PSC ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ വൈഫ് പ്രിലിമിനറി ലിസ്റ്റിലും പേര് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. അതിന് ഞങ്ങൾ 1000 നന്ദി അർപ്പിക്കുന്നു. 2 വയസ്സുള്ള കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ സൗഖ്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. 2 വയസ്സുള്ള മോളുടെ അസുഖത്തെക്കുറിച്ച് ഇതാരായിരുന്നു ഉടമ്പടി എടുത്തത്? ആരായിരുന്നു? അങ്ങോട്ട് കൊടുക്കുക, പറയാം. നിന്നോ അവിടെ തന്നെ എൻ്റെ മകൾക്ക് അടുപ്പിച്ച് വെച്ച് പറയാം. എൻ്റെ മകൾക്ക് 1-2 വർഷമായി നല്ല കഫക്കെട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഇവിടെ തന്ന ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ കൊടുത്ത് ഞാൻ അന്ന് മുതൽ തന്നെ ഇൻഹേലർ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അവൾക്ക് അന്ന് മുതൽ ഇന്ന് വരെയായിട്ടും ഒരു കഫക്കെട്ടോ ഒരു പ്രശ്നവും ഇല്ല. ശ്വാസമുട്ടലിൻ്റെ എല്ലാ പ്രശ്നവും മാറി. അമ്മ മാതാവ് ഞങ്ങൾ ഇത്രത്തോളം സഹായിച്ച്
അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം നൽകി. ഇനിയും അമ്മ മാതാവ് ഞങ്ങളെ ഒത്തിരി അധികം വഴി നടത്തുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസം. പല്ലിൻ്റെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നിയമം വെച്ചിട്ടുണ്ടോ? പല്ലിൻ്റെ കാര്യത്തെക്കുറിച്ച് കുഞ്ഞിൻ്റെ ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്ക് മോളുടെ പല്ലെല്ലാം ഫ്രണ്ടിലത്തെ 2 വരിയും ആടുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഒരു അത്ഭുതമായി തോന്നി. പകലൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. രാത്രി നോക്കിയപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു, ഇതാ വെറുതെ ഇരുന്നമ്മ പല്ലൊക്കെ ആടുന്നു. ഞാൻ തൊട്ട് നോക്കിയപ്പോൾ ശരിയാണ്, എല്ലാത്തിനും ഒരു അനക്കമുണ്ട് നോക്കിയപ്പോഴത്തേക്ക്. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു, അയ്യോ മക്കളെ, പെൺകുഞ്ഞല്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ വന്നുവിടാത്തല്ലേ, അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ച് ഉടനെ തന്നെ ഞാൻ രാത്രിയായിരുന്നു. ഉടനെ തന്നെ ഉടമ്പടി തൈലം എടുത്ത് പല്ലിൻ്റെ ഭാഗത്തൊക്കെ തടവി കൊടുത്ത്, എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച, അമ്മ മാതാവ് എന്തൊരു ശക്തി ഉണ്ടെങ്കിൽ ഈ പല്ലുകളെല്ലാം രാവിലെ തന്നെ സിമൻ്റ് ഇട്ട് ഉറപ്പിച്ചതുപോലെ നന്നായിട്ട് ഉറപ്പിച്ച് കാണണമേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അങ്ങനെ രാവിലെ നോക്കിയപ്പോൾ എല്ലാ പല്ലും നല്ലതായിട്ട് ഉറച്ച് തന്നെ ഇരിക്കുന്നു, ഒന്നിനും ഒരു അനക്കം പോലും ഇല്ല. അങ്ങനെ അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്ന എല്ലാ ദാനങ്ങൾക്കും ഒത്തിരിയധികം നന്ദി പറയുന്നു. ഇനിയും മാതാവിന് വേണ്ടി, തിരുക്കുമാറിന് വേണ്ടി ഞങ്ങൾ ജീവിതകാലം മൊത്തം ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. കിണറ്റിലെ വെള്ളത്തിൻ്റെ കാര്യം കിണറ്റിലെ വെള്ളത്തിൻ്റെ കാര്യം എന്താണ്? നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളിവിടെ എഴുതി തന്ന കാര്യങ്ങളല്ല, കുറച്ചധികം എഴുതിയിട്ടുണ്ട്. നിങ്ങളത് ഓർത്ത് പറയുന്നില്ലെങ്കിൽ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണല്ലോ എൻ്റെ കടമ. ഞങ്ങളുടെ വീട്ടിലെ ഒരു കിണറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള തൊട്ട് ചേച്ചിയും ഞങ്ങളുടെ വീടും ആണ് ആ കിണറിൽ നിന്ന് വെള്ളം എടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ചൂട് സമയം വന്നപ്പോഴത്തേക്ക് അതിലെ വെള്ളം എല്ലാം വറ്റിപ്പോയി. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇവിടെ സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഉടമ്പടി ഉപ്പൊക്കെ കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കിണറ്റിനകത്ത് ഇടുമ്പോഴത്തേക്ക് വെള്ളം വരുന്ന അത് ഞാൻ അനുഭവം കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഞാനും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പോട്ട് കിണറ്റിലിട്ട് അത്ഭുതം എന്ന് പറയട്ടെ, എനിക്കെന്തോ നല്ല അത്ഭുതം തോന്നി. ഞാൻ അവിടെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. വെള്ളം എന്തായാലും ഇപ്പോൾ കൂടി വരുന്നത് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് കാണാൻ വേണ്ടി വളരെ അത്ഭുതത്തോടെ അതിൽ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അത്രയും സമയം ആ വെള്ളത്തിന് ഒരു അനക്കം എന്ന് വെച്ചാൽ വെള്ളമേ ഇല്ലായിരുന്നു. നോക്കിയപ്പോൾ പെട്ടെന്ന് വെള്ളം സൗണ്ടോട് കൂടി പൊങ്ങി വരുന്നു. എനിക്കാണെങ്കിൽ ഒത്തിരി അതിശയായിപ്പോയി. ഈ പറഞ്ഞ എല്ലാ ദാനങ്ങൾക്കും യേശു. പിന്നെ ഈ ഭാര്യയും ഭർത്താവും 2 പേരും കൂടെ വന്നാണ്. ദിനരാജ് എന്ന് പറയുന്നതാണ് സഹോദരി അല്ലേ? ദിനരാജ്. ഹസ്ബൻഡിൻ്റെ പേരെന്താണ്? നാഗേഷ്. ആദ്യമേ സാക്ഷ്യം പറഞ്ഞത് ദിനരാജാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്, നാഗേഷാണ് പിന്നെ ആദ്യമേ സാക്ഷ്യം പറയുന്നത്. അതിനുശേഷം പറഞ്ഞാണ് ദിനരാജ് പറഞ്ഞത്. അപ്പോൾ ഇവർ ട്രിവാൻഡ്രത്ത് നിന്ന് വരികയാണ്. ആദ്യം പറഞ്ഞ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം